കണ്ണൻ താമരക്കുളത്തിൻ്റെ സംവിധാനത്തിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം അവസാന ഒരു വാരത്തോടു കൂടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം സിനിമയായിരുന്നു, മലയാളം മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു വിരുന്ന എന്നുള്ളത്. ശരിക്കും ഈ ഒരു സിനിമ സൈമൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം എന്നുള്ളത് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്നുള്ളത് അർജുൻ സർജയും അതുപോലെ തന്നെ നിക്കി ഗിൽറാണിയൊക്കെ ആയിരുന്നു. സോ ഈ ഒരു സിനിമ തമിഴിലും ഒരേ സമയം ഷൂട്ട് ചെയ്തിരുന്നത്, മലയാളവും തമിഴും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരുന്നത്. എന്തായാലും സിനിമയുടെ ഡിജിറ്റലി വെർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് സിംപ്ലി സൗത്ത് വഴി ഇതിൻ്റെ ആ ഒരു തമിഴ് വെർഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചിത്രം ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയൊരു സിനിമ. സോ ഡിജിറ്റലി വന്നപ്പോൾ തന്നെ ഒന്ന് കാണാൻ ശ്രമിച്ചതാണ്. എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് പങ്കുവെച്ചേക്കാമെന്ന് തോന്നി. ഈ ഒരു സിനിമയുടെ ഒരു വള്ളയും പ്രമേയം എന്നുള്ളത് ഒരു ബിസിനസ് ഫാമിലി, ആ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന ദുരൂഹ സാഹചര്യങ്ങളുള്ള 2 മരണം. അപ്പോൾ ഇതിന് പിന്നിലെ ആ ഒരു നിഗൂഢത എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും, ഒരു സീരിയൽ നിലവാരത്തിലുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് കണ്ണൻ താമരക്കുളമാണ് സിനിമയുടെ ഡയറക്ടർ എന്നുള്ളത്. യാതൊരു വിധത്തിലും അപ്ഡേറ്റ് ആകാത്തൊരു ഡയറക്ടർ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണിത്. പ്രധാനമായിട്ട് പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ഡയറക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ ഡയറക്ഷൻ സീരിയൽ നിലവാരമാണ്. അതുപോലെ തന്നെ സിനിമയുടെ ആ ഒരു തിരക്കഥയാകട്ടെ അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് ആകട്ടെ, ഇതൊക്കെ തന്നെ അത്തരത്തിലെ ഒരു ക്ലീഷ രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സീരിയൽ നിലവാരത്തിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിംഗ് വർക്ക്, മ്യൂസിക് വർക്ക് വളരെ ദാരുണമായിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമയാണ്. മ്യൂസിക് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേയുള്ള സിനിമയിലൊക്കെയാണ് ഇതിലെ മ്യൂസിക് വർക്ക് കൊണ്ട് വെക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ പോലും നമ്മൾ പറയും, ഓ തരക്കേടില്ല, വേണമെങ്കിൽ അങ്ങനെ പറയാം എന്ന് അപ്പോഴാണെങ്കിലും അങ്ങനെ പറയാൻ തോന്നുള്ളൂ. അങ്ങനെയുള്ള മ്യൂസിക്കാണ് ഈ 10-15 വർഷങ്ങൾക്ക് ശേഷം കൊണ്ടു വച്ചിരിക്കുന്നത്. സോ ഇപ്പം നമ്മൾ എന്ത് പറയും, പറയാൻ വാക്കുകളില്ല. അത് തന്നെയാണ് അവസ്ഥ എന്നുള്ള അത്രയും വേസ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് വർക്ക്, അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് കട്ട്സ്, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആകുന്ന ഒരു എക്സിക്യൂഷനാണ് ടെക്നിക്കലി ഈ ഒരു സിനിമ മൊത്തത്തിൽ നടത്തിയിരിക്കുന്നത്. ഇനി തിരക്കഥ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നോക്കിക്കാണുമ്പോഴത്തേക്കും ഈ സിനിമയുടെ കഥ എന്നുള്ളത് അത്യാവശ്യം സാമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ എടുത്താണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അത് പ്രേക്ഷകരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി സംവിധായകൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തിരക്കഥയിലൂടെയൊക്കെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ക്ലീഷ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതായത് നമുക്ക് വളരെ ക്ലീഷയായിട്ട് തോന്നുന്ന രീതിയിലുള്ള കുറേ മൊമെൻറ്റ്സിലൂടെയാണ് ആ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയിലൊക്കെ കഥാപാത്രങ്ങളെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വിധമൊക്കെ പറയണം. യാതൊരു കഥാപാത്രത്തിനും ഒരു ഇമോഷൻസ് ഇല്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു എഴുത്ത് നടത്തിയ പോലെ ഒന്നും പ്രേക്ഷകർക്ക് തോന്നില്ല. ഒരു എക്സാമ്പിൾ എന്നുള്ളത് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ശരിയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇതിൻ്റെ അകത്ത് തുടക്കം തൊട്ട് ഒരു ഓട്ടോറിക്ഷ ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഒരു ടേണിന് വേണ്ടിയാണ് ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് നിർബന്ധപ്രകാരമാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും. സിനിമയിൽ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉടനീളമുള്ള ഒരു പ്രധാന കഥാപാത്രമായിട്ടും അദ്ദേഹം മാറുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തിനാണ് അദ്ദേഹം, ഈ ഒരു സിനിമയിലെ പ്രാധാന്യം എന്താണെന്ന് പ്രേക്ഷകർ ചോദിച്ചു പോകും. ശരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടെന്ന് വിചാരിച്ചു, എന്നിട്ട് അദ്ദേഹത്തോട് 5 മിനിറ്റ് സംസാരിച്ചു. ആ 5 മിനിറ്റ് സംസാരിച്ചു എന്നുള്ളൊരു പേരിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ജസ്റ്റ് വിശേഷമൊക്കെ ചോദിച്ചു, നിങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു 5 മിനിറ്റിന് ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ജീവൻ തീയ്ക്കാൻ വേണ്ടി തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ്, നമ്മൾ 5 മിനിറ്റ് സംസാരിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി ചാകുമോ? അത്തരത്തിലുള്ള ഒരു എഴുത്താണ് ആ ഒരു കഥാപാത്രത്തിലൊക്കെ നടത്തിയിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യവും അതേ ആ കഥാപാത്രത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പോക്കും വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അത്തരത്തിലുള്ള വേസ്റ്റ് എഴുത്തുകളും കാര്യങ്ങളും ഒക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെയും സിനിമ ആ കൂടി മെച്ചപ്പെട്ട് നിൽക്കുന്നത് അർജുൻ സർജയാണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ആകട്ടെ അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസുകളാകട്ടെ, ഈ സിനിമയ്ക്കുള്ളിൽ ആക്ഷൻസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആക്ഷൻസ് ഒക്കെ കൊള്ളായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാകട്ടെ, പിന്നെ ബൈജുവിൻ്റെ പ്രകടനമാകട്ടെ, ഇങ്ങനെ കുറച്ച് പ്രകടനങ്ങളൊക്കെ കാണാൻ കൊള്ളാമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ വിഷ്വലി ഞാൻ പറഞ്ഞല്ലോ, സിനിമാറ്റോഗ്രഫി കാഴ്ച എന്നുള്ളത് ചിലതൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതും ഫോറസ്റ്റിലൊക്കെയാണ് സിനിമയുടെ ഏറിയ കഥയും നടക്കുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ അത്യാവശ്യം മനോഹരമായിട്ടാണ് ഒപ്പിയും വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ യാതൊരു മണ്ണാങ്കട്ടി ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അർജുൻ സർജയുടെ പ്രകടനം അല്ലെങ്കിൽ പ്രകടനങ്ങൾ അത്യാവശ്യം കൊള്ളായിരുന്നു എന്നുള്ളത് കൊണ്ടും അതുപോലെ കഥയിലൂടെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാരണത്താലും മാക്സിമം ഒരു 5 ആണ്, 5 അല്ലെങ്കിൽ 5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. അപ്പം നിങ്ങളുടെ റിസ്ക്കാണ്, വേണമെങ്കിൽ പോയി തലവെക്കുക. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.